സുരേഷ് ഗോപിയെക്കുറിച്ച് തന്നെയാണ്. കാരണം സുരേഷ് ഗോപിയെക്കുറിച്ച് എന്തിനാണ് ഇത്രയും പറയുന്നത് എന്ന് ചോദിക്കാം. കാരണം ഇന്ന് സുരേഷ് ഗോപിയുടെ ദിവസമാണ്. കാരണം കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ BJPയുടെ MP ആണ്. രാജ്യസഭ MP അല്ല, ലോകസഭ MP ആണ്. ജനങ്ങൾ തെരഞ്ഞെടുത്ത് വിട്ടതാണ്, ജയിപ്പിച്ചു വിട്ടതാണ്. അതിൻ്റെ പ്രതിഫലം അദ്ദേഹത്തിന് ലഭിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കേന്ദ്ര സഹമന്ത്രിയാക്കുകയും ചെയ്തു. ടൂറിസം വകുപ്പിൻ്റെ സഹമന്ത്രിയാണ്, പെട്രോളിയം വകുപ്പിൻ്റെ സഹമന്ത്രിയാണ്. ടൂറിസം വകുപ്പ് ലഭിച്ചപ്പോൾ കേരളത്തിന് വലിയ സന്തോഷമായിരുന്നു. കാരണം കേരളം ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് എന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊരു സഹമന്ത്രി കേരളത്തിൽ നിന്ന് ഉണ്ടാകുന്നത് കേരളത്തിന് വലിയ നേട്ടമാകും എന്നൊക്കെയാണ് കരുതിയത്. എന്നാൽ അതനുസരിച്ച് ഒരു പ്രഖ്യാപനം ബജറ്റിലുണ്ടായോ? ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം മന്ത്രിയായതിനു ശേഷം അദ്ദേഹം തന്നെ പ്രഖ്യാപിച്ച, തൃശ്ശൂരിൽ വന്ന് പ്രഖ്യാപിച്ച ടൂറിസം സർക്യൂട്ട് അദ്ദേഹം പ്രഖ്യാപിച്ചതാണ്. അതും കൂടിയില്ല ഈ ബജറ്റിൽ എന്നർത്ഥം. അദ്ദേഹം പറഞ്ഞത് ഞാൻ ടൂറിസം സെക്രട്ടറി മുഖാന്തരം മന്ത്രിക്ക് എത്തിച്ചിട്ടുണ്ട്, മന്ത്രി തീരുമാനമെടുക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതൊന്നും പരിഗണിച്ചില്ല എന്നതാണ് വാസ്തവം. പക്ഷേ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ കാണുമ്പോൾ സ്വാഭാവികമായും ഇക്കാര്യം ചോദിക്കുമല്ലോ. ചോദിക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ഓടുന്ന ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടം തന്നെയാണ് അദ്ദേഹം പരാജയപ്പെട്ടു എന്നതിൻ്റെ തെളിവ്. അദ്ദേഹത്തോട് എയിംസിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറഞ്ഞിരിക്കുന്നത് എയിംസിനെ വേണ്ടത്ര സ്ഥലമെടുത്ത് കൊടുക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നതാണ്. എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടത്. സാധാരണ മാധ്യമങ്ങളോട് ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു നിൽക്കുന്ന സുരേഷ് ഗോപിയാണ് എപ്പോഴും കാണാറുള്ളത്. എന്നാൽ ഇന്ന് ആദ്യമായി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഓടുന്ന സുരേഷ് ഗോപിയെയും കണ്ടു. അതും കൂടി നമുക്ക് കാണാം. അവഗണന എന്നാണ് സംസ്ഥാന സർക്കാരിന്. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, കേരളത്തിൽ ഫിഷറീസ് ഇല്ലേ, കേരളത്തിൽ സ്ത്രീകളില്ലേ, നിങ്ങൾ പോയി ചെക്ക് ചെയ്യൂ. എയിംസിന്റെ കാര്യം എന്താ പറഞ്ഞ? കോഴിക്കോട് ഇറങ്ങിയപ്പോ ആദ്യത്തെ യാത്ര കേരളത്തിലേക്ക് ചെന്നപ്പോൾ എന്താ പറഞ്ഞ? വന്നിരിക്കും. പക്ഷെ അതിന് കേരള സർക്കാർ കൃത്യമായ സ്ഥലം തരും. പേര് പറയുന്നതാണോ പ്രധാനം? ഞാൻ അതാ ചോദിച്ചത്. കേരളത്തിൽ ചെറുപ്പക്കാരില്ലേ, ചെറുപ്പക്കാർക്ക് എന്താണ് തൊഴിലവസരങ്ങൾ ഒരുങ്ങുന്ന മേഖലയിലേക്ക് എന്ത് തരം തലോടലാണ് തന്നിട്ടുള്ളത്? എത്ര എടുത്തിട്ടുണ്ട്? ആണോ? അത്രയാണോ വേണ്ടത്? Thank you.